ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലമണ്ട റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷനായ വെട്ടം, ഹൃദയം, ഒരുപാട് അൻപേശിവം, അങ്ങനെ ഒരുപാട് സിനിമയ്ക്ക് ലൊക്കേഷനായ നമ്മുടെ മുതലമണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചയാണ് കേട്ടോ. അതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുതലമണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോൻ്റെ അവസാനം കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള മുതലമണ്ട റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയായിരുന്നു എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും കേട്ടോ. കേരളത്തിൻ്റെ മാംഗോ സിറ്റിയായ മുതലമടയിലാണ് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷനുള്ളത്. സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടുത്തെ ഗ്രാമീണ ഭംഗി തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്. 1898 നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തായിരുന്നു. മധുര ഡിവിഷൻ്റെ കീഴിലായിരുന്നു ആദ്യം ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. പറമ്പിക്കുളം, വാൾപ്പാറ, നെല്ലിയാമ്പതി തുടങ്ങിയ മലനിരകളൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന കാലത്ത് നമ്മുടെ ഈ തോട്ടം മേഖലയിലേക്ക് തൊഴിലാളികളെ എത്തിക്കാൻ വേണ്ടിയും അതുപോലെ ഇവിടെ നിന്നുള്ള കാപ്പി, തേയില തുടങ്ങിയവ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആദ്യം പ്രധാനമായിട്ടും ഈ സ്റ്റേഷനെ ആശ്രയിച്ചിരുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ ആകാശം മുട്ടി നിൽക്കുന്ന ആൽമരങ്ങളും അതിൽ നിന്നിങ്ങനെ തൂങ്ങി നിൽക്കുന്ന വള്ളികളും ഇരിക്കാനുള്ള ബെഞ്ചുകളും അതുകൂടെ ചാടി മറിഞ്ഞ് നടക്കുന്ന അണ്ണാനും അതുപോലെ എപ്പോൾ നോക്കിയാലും മയിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മനോഹാരിത വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഇരുവശങ്ങളിലും കരിമ്പനകൾ നിൽക്കുന്നുണ്ട്. ഈ കരിമ്പനകളും ഈ ചുറ്റുമുള്ള പച്ചപ്പും എല്ലാം തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി ഒരുപാട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അരയാൽ വള്ളിയുടെ ഇടയിൽ കൂടെ ചൂളം വിളിച്ചു പോകുന്ന ആ ട്രെയിൻ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ നിരവധി സിനിമകളുടെ 30ഓളം സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ മുതലമണ്ട റെയിൽവേ സ്റ്റേഷൻ. ഹൃദയം, വെട്ടം സിനിമകൾ മാത്രമല്ല, നമ്മുടെ കമലഹാസൻ അഭിനയിച്ച അൻപേശിവം, അതുപോലെ നമ്മുടെ ശിവാജി ഗണേശനും ലാലേട്ടനും അഭിനയിച്ച് ഒരു യാത്രാമൊഴിയുടെ ക്ലൈമാക്സും, മമ്മൂക്ക അഭിനയിച്ച മേഘത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ മുതലമട റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഒരു വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഗുഡ്സ് ആണോ ട്രെയിനാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്താ വരണേന്ന്. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും സ്റ്റേഷൻ നോക്കി നിന്ന് കാണാനും അടുത്ത് വന്ന് കാണാനും ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ കാറ്റ് കൊള്ളാനും അതുപോലെ രാവിലെ നമുക്ക് നേരത്തെ നടക്കാൻ വരാനും എല്ലാം ഈ മുതലമട സ്റ്റേഷൻ നമുക്ക് വളരെയധികം സഹായകമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ സ്റ്റേഷൻ്റെ ഭംഗി കണ്ടുകൊണ്ട് സേവ് ദ ഡേറ്റ് ഫോട്ടോഗ്രാഫിക്കും അതുപോലെ കാറ്റ് കൊള്ളാനും വാക്കിങ്ങിനൊക്കെ ഒരുപാട് പേര് കുട്ടികളെയും കൊണ്ട് സൺഡേ ലീവ് ദിവസങ്ങളൊക്കെ ഒരുപാട് പേര് സ്റ്റേഷൻ കാണാനൊക്കെ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ടത് മുതലമട സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ കാഴ്ചയാണ്. അതായത് ഇലക്ട്രിക് ലൈൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ശാഖകളൊക്കെ മുറിച്ചു മാറ്റി സ്റ്റേഷൻ്റെ മുഖച്ഛായ തന്നെ മാറിയ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മുതലമട സ്റ്റേഷൻ എങ്ങനെയായിരുന്നു, മുതലമട സ്റ്റേഷനിലെ ആൽമരങ്ങളുടെ ഭംഗി എങ്ങനെയായിരുന്നു, അതൊക്കെയാണ് കേട്ടോ. ശരിക്കും ഇപ്പോൾ ചായ ശരിക്കും മാറിപ്പോയി. ചായ ഈ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതോടെ ശരിക്കും ചായ മാറിപ്പോയി എന്ന് തന്നെ പറയാം. ഒരു ട്രെയിനും കൂടെ വരുന്നത് കാണാം കേട്ടോ നമുക്ക്. കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള മുതലമട സ്റ്റേഷനിലെ ആൽമരങ്ങളും അവിടുത്തെ കാഴ്ചയാണ് കേട്ടോ. ഇപ്പം ട്രെയിൻ ഇപ്പോൾ 2 ട്രെയിനാണ് നിർത്തുന്നത്. രാവിലെ 6:10 നമ്മുടെ തിരുച്ചെന്തൂർ ട്രെയിൻ പോകുമ്പോൾ അതവിടെ നിർത്തും. അപ്പോൾ നമുക്ക് പഴനിക്കും മധുരയ്ക്കൊക്കെ പോകണമെങ്കിലും തിരുച്ചെന്തൂർ പോകണമെങ്കിലും നമുക്ക് ആ ട്രെയിനിൽ കയറിയിട്ട് യാത്ര ചെയ്യാം. അതിന് മുൻപ് 5:15 സമയത്ത് അമൃത പാസ് ചെയ്യുന്നുണ്ട് മധുരയ്ക്ക്. പക്ഷേ അതിനിവിടെ സ്റ്റോപ്പില്ല. നമ്മൾ മധുരയ്ക്ക് പോകണമെങ്കിൽ, അമൃതയിൽ പോകണമെങ്കിൽ നമുക്ക് കൊല്ലങ്കോട്
സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ ഇവിടെ മുതലമട സ്റ്റേഷനിൽ സ്റ്റോപ്പ് രാവിലെയും വൈകിട്ടും മാത്രമാണ്. ഒന്ന് രാവിലെ 6:10 തിരുച്ചെന്തൂർ, പാലക്കാട് ജംഗ്ഷൻ ടു തിരുച്ചെന്തൂർ ട്രെയിനും, ആ ട്രെയിൻ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ട്. ഒരു 9:10 ആകുമ്പോഴത്തേക്കും തിരിച്ചും മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറി തിരുച്ചെന്തൂർ പോകാം, പഴനി, മധുര എവിടെ വേണമെങ്കിലും നമുക്ക് പോകാവുന്നതാണ്. പഴനിക്കൊക്കെ പോകാൻ ഇവിടെ അടുത്തുള്ള എല്ലാവർക്കും ഒരു ആശ്രയമാണെന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ പോയിട്ട് നമുക്ക് വൈകുന്നേരം തിരിച്ചു വരാൻ പാകത്തിന് ട്രെയിനാണ്. തിരുച്ചെന്തൂർ ടു പാലക്കാട് ജംഗ്ഷനിൽ എത്തുന്ന ട്രെയിനാണ് രാത്രി 9:10 നമ്മുടെ മുതലമട സ്റ്റേഷനിൽ എത്തുന്നത്. ഇപ്പം നിലവിൽ ഈ 2 ട്രെയിനിന് മാത്രമാണ് ഇവിടെ സ്റ്റോപ്പ് ഉള്ളത്. പോരാണ്ടതിന് ഇടയ്ക്ക് ഗുഡ്സ് പോകും, എൻജിൻസ് പോകും, പിന്നെ രാവിലെ അമൃത പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് പോണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മുതലമട സ്റ്റേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്